മക്കളെ, അപ്പോൾ നമ്മളെല്ലാവരും കാണുന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ് മിസ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 3 മണിക്കൂർ സിനിമ രാത്രി 10 മണി 11 മണിക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മൾ ഫുൾ പവറിലായിരിക്കും. ഇത് എത്ര സമയമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ കാണാൻ തയ്യാറായിരിക്കും. പക്ഷേ ഇതേ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇതിന് മുമ്പേ ആയിട്ടോ നമ്മൾ ഓൺ ആയിരിക്കുന്ന സമയം, ഒരു വൈകുന്നേരം ആവട്ടെ 5 മണി 6 മണി 7 മണിക്കൊക്കെ നമ്മൾ ഫുൾ ഓൺ ആയിരിക്കുന്ന സമയമാണ് അല്ലേ. പക്ഷേ ഈ സമയത്ത് നമ്മളൊരു ബുക്ക് എടുത്താലോ 5 മിനിറ്റിനുള്ളിൽ അവിടെ ഒരു 3 മണിക്കൂർ പോയിട്ട് ഒരു മിനിറ്റ് പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അവിടെ ഉറങ്ങി വെക്കും അല്ലേ. സോ ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്നാണ് മിസ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിന് തക്കതായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഇതിൻ്റെ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഉറക്കത്തിൻ്റെ റീസൺസ് എന്താണെന്ന് ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായത്. അത് നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈ ഡു യു ഫീൽ സ്ലീപ്പി വെൻ സ്റ്റഡിങ്? ഉറങ്ങുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഉറക്കം വരുന്നു, സിനിമ കാണുമ്പോൾ എന്തുകൊണ്ട് ഉറക്കം വരുന്നില്ല? അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു റീസൺ ഞാൻ മനസ്സിലാക്കിയത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്രെയിൻ തിങ്സ് ഇറ്റ്സ് ബോറിംഗ് ടൈം. നമ്മൾ ബ്രെയിൻ തിങ്ക് ചെയ്യാണ്, ഇത് ശരിയല്ല, ഇത് ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉറങ്ങിയേക്കാമെന്ന് ചിന്തിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ലക്ഷ്യമില്ല, നമുക്കൊരു ത്വര വരണ്ട, നമ്മൾ ഉള്ളിൽ നിന്നുള്ള ഒരു ത്വര നമുക്ക് വരുന്നില്ല. അതായത് എനിക്ക് പഠിക്കണം, എനിക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം, എനിക്ക് ഈ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഇവിടെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യം പഠിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇരുന്നിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വാട്ട് ഈസ് റെവല്യൂഷൻ ഇസ് സംതിങ് ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, സയൻസ് ആവട്ടെ, മാത്സ് ആവട്ടെ, സോഷ്യൽ ആവട്ടെ, ഇംഗ്ലീഷ് ആവട്ടെ, മലയാളം ആവട്ടെ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇഷ്ടപ്പെട്ട് പഠിച്ചാലേ നമുക്ക് റിസൾട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബ്രെയിനും അത് ബോറടി ആയിട്ട് തോന്നും. അപ്പം ബ്രെയിൻ എന്താവും? വേഗം സ്കൂട്ടാവും. ആ സമയത്ത് നമുക്ക് എന്ത് വരും? ഉറക്കം വരും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മൂവ്മെന്റ്. നമ്മൾ പറയും, എല്ലാവരും പറയാറുണ്ട് നല്ല രീതിയിൽ നല്ല സ്റ്റഡി ആയിട്ട് ഇരുന്നാലേ നമുക്ക് തലയിലേക്ക് എന്തെങ്കിലും കയറുമെന്ന്. അത് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റഡി ടേബിളും ഒരു ചെയറും വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒരു 2-3 മണിക്കൂർ അവിടെ അടി ഇരുന്നുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും പറയുന്ന കാര്യം റെഡിയാണ്, നമ്മളെ പോസ്റ്റേഴ്സ് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം, ഇങ്ങനെ വളഞ്ഞ് ഇരുന്നിട്ടൊന്നും കാര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. പക്ഷെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടെ ടൈറ്റ് ആയിട്ട് പിടിച്ച് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കാര്യങ്ങൾ തലയിലേക്ക് കയറില്ല. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ സ്ഥലം മാറിയിട്ട് വേറൊരു ടേബിളിൽ വേറൊരു ചെയറിൽ പോയിരിക്കുക. ഇറ്റ് ഡസൻറ്റ് മീൻസ് പോയി ബെഡിൽ കിടന്ന് പഠിക്കണം എന്നല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റിയാൽ നിങ്ങൾ അത് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി അടുത്തൊരു റീസൺ ഞാൻ മനസ്സിലാക്കിയത് റോങ് പോസ്റ്ററാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റഡി ടേബിളും ഒരു ചെയറൊക്കെ ആയിട്ടിരിക്കും. പിന്നീട് കുറച്ച് ഇങ്ങനെ ശരിയോ, പിന്നെ കുറച്ച് ചെരഞ്ഞ് എവിടേക്ക് എത്തും? സോഫയിൽ കിടന്നിട്ട് ബുക്ക് വായിക്കാം. അങ്ങനെ നമ്മൾ ഉറങ്ങിപ്പോവില്ലേ. അപ്പം നമ്മൾ എന്താവണം? നമ്മൾ പോസ്റ്റേഴ്സ് കറക്റ്റ് ആവണം അല്ലേ. നല്ല രീതിയിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ട് പഠിച്ചാലേ സംഗതികൾ നമ്മൾ തലയിലേക്ക് കയറുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ടയേർഡ് ബോഡി ആൻഡ് ടയേർഡ് മൈൻഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ടയേർഡ് ബോഡി ആൻഡ് ടയേർഡ് മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രോപ്പറായിട്ട് സ്ലീപ്പില്ല, പ്രോപ്പറായിട്ട് ഫുഡില്ല, അതേപോലെ തന്നെ റീൽസ് കണ്ടിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ബോഡി ഫുള്ള് ടയർഡാവും, നമ്മുടെ മൈൻഡ് ഫുള്ള് ടയർഡാവും, അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിനും ഫുൾ ടയർഡാവും, ബ്രെയിനിൻ്റെ ഫംഗ്ഷനിങ് ഒക്കെ ലോസ് ആവും, ബ്രെയിനും എന്ത് വരും? ഉറക്കം വരും. ഓക്കെ, ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത് നോ ഗോൾ ഓർ പ്രഷർ. ഒരു ടെസ്റ്റ് ഒക്കെ നാളെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ടെസ്റ്റിന് പാസ് ആവണമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകും. പക്ഷെ നാളെ ടെസ്റ്റ് ഒന്നും ഇല്ല, ഒരു എക്സാംസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് വരില്ല? ആ ഒരു ഗോൾ വരില്ല. അപ്പം നമുക്ക് എന്ത് വേണം? ഒരു ലക്ഷ്യം വേണം, നമുക്കൊരു പ്രഷർ വേണം. യെസ്, എനിക്ക് ഇതും പഠിച്ചേ മതിയാവുള്ളൂ, എനിക്ക് ബെറ്ററായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ ഇത് നോക്കിയേ മതിയാവുള്ളൂ ഉള്ള ഒരു പ്രഷർ, ഒരു ഗോൾ നമ്മൾ ഇൻസൈഡ് തന്നെ ബോൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് ബോറിങ് അടിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെറിയ ടൈം പീരീഡിലേക്ക് 5 മിനിറ്റിനുള്ളിൽ ഈ ഒരു ടോപ്പിക് കവർ ചെയ്താൽ ഞാൻ സൂപ്പർ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ മൈൻഡിനോട് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സൂപ്പർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു 5 മിനിറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു പ്രശ്നങ്ങളാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്, നിങ്ങളുടെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അതറിയണമെങ്കിൽ താഴെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ സൊല്യൂഷൻ ഫോർ സ്ലീപ്പ് എന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ്? യു ഹാവ് ടു കമൻറ്റ് സൊല്യൂഷൻ ഫോർ സ്ലീപ്പ്, സൊല്യൂഷൻ ഫോർ സ്ലീപ്പ് എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ലീപ്പ് റീസൺ, ഈ സ്ലീപ്പിന് കാരണമായിട്ടുള്ള ഒരു റീസൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പരിഹാരമായിട്ട് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.